വായടക്കാൻ പറ വിജയരാഘവനോട്. അതൊക്കെ പോളിറ്റ് ബ്യൂറോയുടെ തിണ്ടയിൽ പോലും കയറാനുള്ള യോഗ്യതയില്ലാത്തവരാണ്. യോഗ്യതയുള്ളവരെ മാറ്റി നിർത്തിയിട്ട് ഇടിച്ച് കയറിയതല്ലേ ഭാര്യയെ മന്ത്രിയാക്കി. സാറേ, ആലപ്പുഴ ഇരുതല മൂർച്ചയുള്ള ഒരു ആയുധമാണെന്നും മറ്റുള്ള ജില്ലകൾ ആലപ്പുഴ അല്ലാതെ ഇരുതല മൂർച്ചയുള്ള വാള് പോലുള്ള ഒരു ജില്ലയാണ്. തിരിഞ്ഞും പിരിഞ്ഞും ഇവിടെ BSനെ ജയിപ്പിച്ചു, BSനെ തോൽപ്പിച്ചു. കന്ദനാനന്ദനെ ജയിപ്പിച്ചു, തോൽപ്പിച്ചു. സദാശിവനെ ജയിപ്പിച്ചു, തോൽപ്പിച്ചു. 124 വോട്ടിന് എന്നെയും തോൽപ്പിച്ചു ഒരിക്കലും ഇവിടെ. 124 വേദനയൊന്നും ആലോചിച്ച് നോക്കുക. വോട്ടുകളെ എണ്ണി കഴിഞ്ഞപ്പോൾ ഞാൻ ജയിച്ചു. കഴിഞ്ഞതിലൊക്കെ പടക്കത്തോട് പടക്കം. അപ്പോഴാണ് നമ്മുടെ കൂട്ടത്തിൽ ആരോ ഒരു ബാലറ്റ് ബോക്സ് ദൂരെ കളഞ്ഞത് നമ്മുടെ കൂട്ടത്തിൽ. അപ്പോൾ അത് അവിടെ ഒരു സ്കൂളുണ്ട് ചമ്പക്കുളത്ത്. ആ സ്കൂളിലെ ആ ബൂത്ത് അവരുടേതാണ്. അത് എണ്ണിയപ്പോഴാണ് 124 ജയിച്ചത്. അവർ ജയിച്ചത്. ഞാൻ തോറ്റിട്ടുണ്ടല്ലോ. പിന്നെ തുടർച്ചയായിട്ട് 3 തവണ ജയിച്ചല്ലേ. ഇപ്പോൾ ഇത്തവണ ജയിക്കാനുള്ള സാധ്യത. അതായത് ഇരുതല മൂർച്ചയുണ്ടെന്ന് പറയുന്നത്. ഇവിടെ സ്ഥിരമായിട്ട് ആർക്കും സീറ്റൊന്നുമില്ല. സ്ഥിരമായിട്ട് ഏതെങ്കിലും പാർട്ടി ജയിക്കുന്ന ഒറ്റ സീറ്റ് 9 എണ്ണത്തിലില്ല. അറിയാമോ? അത്രേ പറയാറുള്ളൂ. ഞാൻ വേറൊരു മണ്ഡലത്തിൽ പ്രസംഗിക്കാൻ പോയിട്ടില്ല. ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് വേണേൽ ആഞ്ഞടിക്കാം, 3-5 സീറ്റ് കളയുക, അതൊന്നും പോകുന്നില്ല. എന്നാലും എൻ്റെ തോളെ കയറാൻ പറ്റുക. മനസ്സിലായില്ലേ? ഇല്ല, പാർട്ടിക്കാരും പേടിയില്ല. പാർട്ടിയെ നയിക്കുന്നവരുടെ പേടിയാണ്. പാർട്ടി എന്ത് പിഴച്ചു? പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മഹത്തായ ഒരു പാർട്ടിയാണ്. അത് നെഹ്റു വരെ അംഗീകരിച്ചിട്ടുള്ളതാണ്. കോൺഗ്രസ് മഹത്തായ ഒരു പാർട്ടിയല്ലേ? അതുകൊണ്ട് കോൺഗ്രസ് കൊള്ളരായ്മയ്ക്കെല്ലാം കോൺഗ്രസ്സാണ് ഉത്തരവാദി. നയിക്കുന്നവരാണ്, അവരാണ് ഉത്തരവാദിത്തം പറയുന്നത് ഓരോ കാലത്ത്. അത്രേ ഉള്ളൂ. ഞാൻ പരാജയരാഘവന്റെ പേരിട്ട് അറിയാമല്ലോ. അല്ല മറുപടി അദ്ദേഹത്തിന്റെ മറുപടി കേൾക്കണം. അയാൾ ഇവിടെ വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ തോറ്റിരിക്കും. എടുക്കാത്ത നാണയമായി മാറി അതിനെന്ത് മൂല്യമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. എടുക്കാത്ത നാണയത്തിന് ആണ് മൂല്യം. പഴയതൊക്കെ സ്വർണ്ണ നാണയം. ഒന്നും മിണ്ടായിരിക്കാം അവിടെ പത്രക്കാരോട് സംസാരിക്കുക. ദയവായി മിണ്ടായിരിക്കും. അത് കഴിഞ്ഞ് ചോദിക്കാം. അപ്പോൾ രാജാവിൻ്റെ കാലത്ത് സ്വർണ്ണ നാണയങ്ങൾ ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഇന്നത്തെ നാണയമല്ല, അതിന് മൂല്യമില്ലേ? രാജാവിൻ്റെ കാലത്ത് സ്വർണ്ണ നാണയം ഉണ്ടായിരുന്നു. ഇപ്പം സ്വർണ്ണ നാണയമില്ല. ആ നാണയം കൊടുത്താൽ സ്വർണ്ണത്തിൻ്റെ വില കിട്ടുമായാലും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആലോചിക്കാതെ സംസാരിക്കുകയാണ് ചരിത്രബോധമില്ലാതെ. വിജയരാഘവൻ നല്ലപോലെ പൊക്കിയെടുക്കുന്ന ഒരു സാധനമാണല്ലോ അല്ലേ? ആളുകളെല്ലാം ഒപ്പനോ അതാണ് 1.5 ലക്ഷത്തോട് തോറ്റു പാർലമെൻറ്റിൽ. എന്തോ എടുക്കുന്ന ചരക്കാണ്. എന്താമോ വായടക്കാൻ പറ വിജയരാഘവനോട്. അതൊക്കെ പോളിറ്റ് ബ്യൂറോയുടെ തിണ്ടയിൽ പോലും കയറാനുള്ള യോഗ്യതയില്ലാത്തവരാണ്. യോഗ്യതയുള്ളവരെ മാറ്റി നിർത്തിയിട്ട് ഇടിച്ച് കയറിയതല്ലേ ഭാര്യയെ മന്ത്രിയാക്കി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. ഞാൻ അവരെ പറ്റി ഒന്നും പറയുന്നില്ല. ആരൊക്കെ വോട്ട് ഭൂരിപക്ഷമല്ല പറഞ്ഞത്. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് അത്രയും പോൾ ചെയ്യുമെന്നെനിക്ക്. ഭൂരിപക്ഷമല്ല പറഞ്ഞത്. കിട്ടാതെ വരും. പക്ഷെ ഞാനത് വിശ്വസിക്കുന്നില്ല. അങ്ങനെ വരെ അഭിപ്രായം ഉണ്ടെന്ന് പറയുകയാണ്. ഈ ഇലക്ഷൻ്റെ ഇതെല്ലാം ആളുകളുടെ സ്നേഹം കാണുമ്പോൾ അങ്ങനെയൊക്കെ ആൾ ചിന്തിക്കുന്നതേ പറഞ്ഞുള്ളൂ. സാറേ, അവസാന ഒരു കാര്യം പറഞ്ഞത് ഈ വീട്ടിൽ വോട്ട് ചെയ്യാൻ പോകുന്ന ആളുകളുടെ വോട്ട് സുധാകരൻ സാറിനാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സംഭവം തൂക്കുളത്ത് ഉണ്ടായിട്ടുണ്ട്. ആ അമ്മ പറഞ്ഞു ആരാണ്? സുധാകരൻ സാറിനാണ്. ആ കയറിയ ആൾ ഉടനെ തന്നെ അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് കുത്തിക്കോളാൻ പറഞ്ഞു. ചിഹ്നം കാണിച്ചു കൊടുത്തില്ല. അവർ കഴിഞ്ഞ തവണ വരെ ചെയ്തത് അരിവാളി ചുറ്റിയേക്കാണ്. എനിക്കും ചെയ്തിട്ടുണ്ട്. അവരെല്ലാം കുത്തി അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഏജൻ്റ് അകത്ത് കയറിയില്ല. കയറാം. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനും അവരുടെ ഏജൻറ്റിന് ഈ വോട്ട് ചെയ്തെടുത്ത് പോകാം. കാരണം പോളിംഗ് ബൂത്തിലല്ല വോട്ട്, വീട്ടിലാണ്. ആളുകൾ കയറി. അപ്പോൾ കയറാൻ വേണ്ടി ജാഗ്രത പാലിക്കാനാണ് പറഞ്ഞത്. പരാതിയായിട്ടും അവിടുത്തെ ബൂത്ത് കമ്മിറ്റി എഴുതി തന്നാൽ പോകുമല്ലോ. ആ വോട്ട് ക്യാൻസൽ ചെയ്യും, രണ്ടാമത് ജയിക്കും. ഞാനല്ല കൊടുക്കുന്നത്. ബൂത്ത് കമ്മിറ്റിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പരാതി തരണം. പരാതി ഇവിടെ മണ്ഡലം കമ്മിറ്റിക്ക് കൊടുത്താൽ മതി. അത് കൊടുത്തോളാം. ഇല്ലെങ്കിൽ വേണ്ട, ഒരു വോട്ട് പോയി അത്രയേ ഉള്ളൂ. പറ്റിച്ച് വാങ്ങിയത് വോട്ടല്ലേ, ചതിച്ചു വാങ്ങിക്കുന്നത്. ചതിയല്ലാതെ വല്ലതും ഉണ്ടോ? ചതിയല്ലാതെ വല്ലതും ഉണ്ടോ? ഇല്ല. സുധാകരൻ എന്ന് പറഞ്ഞൊരു ഒരാളിനെ നിർത്തിയില്ലേ? ഡെമ്മി അല്ലല്ലോ, അപരനോ? അത് LDF സ്ഥാനാർത്ഥിയല്ല നിർത്തിയത്. 2:45 വരെ എൻ്റെ ചീഫ് ഇലക്ഷൻ ഏജൻറ്റ് അഡ്വക്കേറ്റ് സ്ഥാനിൽ അവിടെയുണ്ട്. 2:45 അദ്ദേഹം ഇറങ്ങിയപ്പോൾ ഇയാൾ പതുക്കെ ഇയാളെ കൊണ്ട് കയറി അങ്ങോട്ട് കൊടുത്തു. സ്കൂട്ടറിലേക്ക് വന്നപ്പോൾ ഇയാൾ ഒപ്പിട്ടിട്ടില്ല. ഈ കാൻഡിഡേറ്റ് അവിടെ ഒപ്പിട്ടിട്ടില്ല. ഈ ധൃതിയിൽ അത് ചെയ്തില്ല. അത് തള്ളിപ്പോയി. ഇത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് ഇവർ ചെയ്യുന്നതെന്ന് ഞാൻ പറയുകയാണ്. ഇതൊക്കെ നീതിയാണോ, ന്യായമാണോ, ഇങ്ങനെയൊക്കെയാണോ? ഇവരൊക്കെ പാർലമെൻറ്റിൽ പോയിട്ടെന്താ കാര്യം? പ്രതിപക്ഷ സതീശൻ്റെ മുണ്ടു ചെയ്യണം എന്ന് അസംബ്ലി പ്രസംഗിക്കുക. മുണ്ടുരിഞ്ഞ് കഴിഞ്ഞാൽ മഞ്ഞ വസ്ത്രം കാണാം, അണ്ടർവെയർ. ആരാ? ഈ MLA പ്രസംഗിച്ച ഈ നിലവിലുള്ള അസംബ്ലിയിൽ ഇങ്ങനെയാണ് പ്രസംഗിക്കുന്നത്. ഇങ്ങനത്തെ പ്രസംഗിച്ചുകൂടാ. അതിന് വേറെ വഴിയുണ്ട്, വേറെ ഭാഷയുണ്ട്. ഭാഷയില്ല കയ്യിൽ. അതിന് പകരം ഇതുപോലെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതൊന്നും ശരിയല്ല. എന്താ പറയുക? പൊതുപ്രവർത്തകരായി തുടരാൻ ആഗ്രഹിക്കുന്നത് ഇതൊക്കെ തിരുത്തണം. ഇലക്ഷൻ ചിലപ്പോൾ തോക്കുകയൊക്കെ ചെയ്യും, അത് വേറെ കാര്യം.
പക്ഷേ ഇവിടെ നമ്മുടെ മൂല്യങ്ങൾക്കൊന്നും നഷ്ടം വരാൻ പാടില്ല. ഞാനതും പറയുന്നുണ്ട് ഇവിടെ. ഞാൻ ജയിക്കും, ജനങ്ങളെന്നെ ജയിപ്പിക്കും. ഇപ്പം തന്നെ തെള്ളുക പറയുന്നുണ്ട്. അങ്ങനെ തെള്ളി കൊണ്ടുവന്ന് ജയത്തിലേക്ക് കൊണ്ടുവരും. ശരി.